നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി കരിയന്നൂർ കുന്നിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തുന്ന മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധം. മണ്ണിടിച്ചിൽ അനുഭവപ്പെടുന്ന കുന്നിലെ മണ്ണെടുപ്പ് വലിയ ദുരന്തത്തിനിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19-ാം വാർഡിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കരിയന്നൂർ നഗറിന് മുകളിലുള്ള കുന്നിലാണ് മണ്ണെടുപ്പ് നടക്കുന്നത്. മൊബൈൽ ടവർ നിർമ്മാണത്തിന് വേണ്ടിയാണ് ആഴത്തിൽ കുന്നിടിച്ച് മണ്ണെടുക്കുന്നത്. പൊതുവെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന കുന്നാണിത്. കഴിഞ്ഞ പ്രളയകാലങ്ങളിൽ കുന്നിന്റെ പല ഭാഗങ്ങളിലും വിള്ളലുണ്ടാവുകയും നീരൊഴുക്ക് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. പഞ്ചായത്തും റവന്യൂ ജിയോളജി വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശവാസികളെ ദിവസങ്ങളോളം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കുന്നുകൾ 2 വിഭാഗമായിട്ടാണ് പൊട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇവിടുന്ന് ക്യാമ്പിലേക്ക് മാറി താമസിക്കേണ്ട ഒരു അവസരം വന്നിരുന്ന സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത്. കുന്നിന്റെ മറുഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന വലിയ കരിങ്കൽ ക്വാറികൾ ഉള്ളതും ഭീഷണിയാണ്. മഴ പെയ്താൽ മണ്ണെടുപ്പ് നടത്തുന്ന സ്ഥലത്തുനിന്നും വലിയ ഉരുളൻ പാറകളും മണ്ണും താഴെയുള്ള വീടുകളിലേക്ക് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ ചുറ്റും കോറികളാണ്, നിറച്ച് വെള്ളമുണ്ട്. ആ കോറികളൊക്കെ വിള്ളല് ആയിട്ട് നിൽക്കണ ഒരു കോറികളാണ്. അത് ഞങ്ങൾക്കൊരു ഭീഷണിയാണ്. അതുകൊണ്ട് ഈ ടവർ ഇവിടെ വരാൻ പാടില്ല എന്നുള്ള തന്നെ ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം. അതുകൊണ്ട് ഇത് പാടില്ല എന്ന് തന്നെയാണ്. ആ പ്രളയകാലത്ത് ഞങ്ങൾ തന്നെ എല്ലാവരും ഇവിടുന്ന് 2-3 പ്രാവശ്യം മാറ്റി താമസിച്ചതാണ്. അപ്പോൾ ഇവിടെ കിടപ്പ് രോഗികളുണ്ട്. അവർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഓടാനൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങളിതിനെ ഒറ്റ പ്രതികരണം എല്ലാവരും കൂടിയിട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ടവർ ഇവിടെ പാടില്ല എന്നുള്ളതാണ്. കുന്നിൻ ചെരുവിലുള്ള 60-ലധികം വീടുകളാണ് അപകട ഭീഷണി നേരിടുന്നത്. മണ്ണെടുപ്പ് തടഞ്ഞ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടിറങ്ങുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. വയ്യാതെ കിടക്കുന്ന രോഗികളടക്കം, കിടപ്പ് രോഗികളടക്കം ഇവിടെ അടുത്ത് തൊട്ട വീടുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിർമ്മാണം ഇവിടെ നടത്താൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ഇതിനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ ടവർ നിർമ്മാണം ഇവിടെ ഇനിയും 3 ദിവസം എടുത്ത മണ്ണാണ് ഇത്. ഇനിയും ഇതിൽ പ്രവർത്തിപ്പോൾ ഞങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഇത് നിർത്തിവെച്ചത്. ഇനിയും ഇത് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് നടക്കാൻ പാടില്ല എന്നാണ്. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള വെട്ടിക്കടവ് റോഡ് നവീകരണം തുടങ്ങി. 3 കോടി രൂപ ചെലവിൽ BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പണികളാണ് ആരംഭിച്ചത്. നിർമ്മാണം AC മൊയ്തീൻ MLA സന്ദർശിച്ച് വിലയിരുത്തി. 2 കിലോമീറ്ററോളം ദൂരമുള്ള ഈ ഭാഗം കൂടി BMBC നിലവാരത്തിലേക്ക് വരുന്നതോടെ ചിലക്കൽ സെന്ററിനെ കുന്നംകുളവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളെല്ലാം BMBC ആകും. കാസർഗോഡ് ആസ്ഥാനമായ CH കൺസ്ട്രക്ഷൻ എന്ന കരാർ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. അടുത്ത മഴക്കാലത്തിന് മുമ്പായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് MLA പറഞ്ഞു. കൈപ്രമ്പ് വേലൂർ കനാൽ റോഡിൽ കുറുമാൽ കനാൽ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു വീണു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന റോഡിന് സമീപത്തുള്ള കെട്ടിടത്തിന്റെ പുറകുവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഇറിഗേഷൻ അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കെട്ടിടം പൊളിച്ചു നീക്കൽ ആരംഭിച്ചിട്ടില്ല. തലക്കോട്ടുകര കൈപ്രമ്പ് വിദ്യാ കോളേജിന് മുൻവശത്തെ റോഡ് പണി ആരംഭിച്ച സാഹചര്യത്തിൽ നിരവധി വാഹനങ്ങളാണ് സമാന്തര റോഡ് ഉപയോഗിക്കുന്നത്. അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ തകർന്ന ഭാഗം പൊളിച്ചു നീക്കി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ജീവന് സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് വാർഡ് മെമ്പർ കവിത ബൈബു പറഞ്ഞു. പിന്നെ ശോചനീയാവസ്ഥ കണ്ടിട്ട് നമ്മൾ പഞ്ചായത്തിൽ ഇറിഗേഷനിൽ പരാതി വെച്ചിട്ടുണ്ടായിരുന്നതാണ്.
അതിനുള്ള മേൽനടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് ഓടുകൾ പൊട്ടി വീണു. ഇപ്പോൾ ഇതിലെ ഒരുപാട് വഴിയാത്രക്കാരും കുട്ടികളും ഒക്കെ നടക്കുന്നതും വണ്ടിയിൽ പോകുന്നതൊക്കെയാണ്. അപ്പോൾ വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാണുന്ന പഴയകാലത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കൗട്ട് വാച്ച്മാൻമാർ താമസിക്കുന്ന കെട്ടിടമാണ്. 30-30 വർഷത്തോളമായിട്ട് ഈ കെട്ടിടം ഉപയോഗിച്ചില്ലാണ്. ഈ പ്രദേശത്ത് കുട്ടികളായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള യാത്രക്കാർ പോകുമ്പോൾ ഇതിൻ്റെ ഇളകിയിരിക്കുന്ന ഓടുകളൊക്കെ തന്നെ ഇപ്പോൾ താഴ്ത്തു വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും അതിൽ ചോട്ടൂടെ പോകുമ്പോൾ വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥകളാണ്. കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ കണ്ടിട്ട് നമ്മൾ പഞ്ചായത്തിൽ ഇറിഗേഷനിൽ പരാതി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിനുള്ള മേൽനടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് ഓടുകൾ പൊട്ടി വീണു. ഇപ്പോൾ ഇതിലെ ഒരുപാട് വഴിയാത്രക്കാരും കുട്ടികളും ഒക്കെ നടക്കുന്നതും വണ്ടിയിൽ പോകുന്നതൊക്കെയാണ്. അപ്പോൾ വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കേണ്ട കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. ഈ കാണുന്ന പഴയകാലത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കൗട്ട് വാച്ച്മാൻമാർ താമസിക്കുന്ന കെട്ടിടമാണ്. 30-30 വർഷത്തോളമായിട്ട് ഈ കെട്ടിടം ഉപയോഗിച്ചില്ലാണ്. ഈ പ്രദേശത്ത് കുട്ടികളായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള യാത്രക്കാർ പോകുമ്പോൾ ഇതിൻ്റെ ഇളകിയിരിക്കുന്ന ഓടുകളൊക്കെ തന്നെ. വിശുദ്ധ ഭൂമിയായ മക്കയും മദീനയും സന്ദർശിച്ച് പ്രാർത്ഥനാ നിർഭരമായ മനസ്സിനൊപ്പം ഖദീജുമ്മ മനസ്സിൽ കൊണ്ടു നടന്ന മറ്റൊരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രമുറ്റം നേരിട്ടൊന്ന് കാണണം എന്നത്. കഴിഞ്ഞ ദിവസം മകൻ ഗഫൂർ അഭിനയയുടെ കൈപിടിച്ച് ഗുരുഭവനപുരി ചുറ്റിക്കണ്ടതോടെ ആ ഉമ്മയുടെ ആഗ്രഹം പൂവണിഞ്ഞു. ഗുരുവായൂർ ഉത്സവത്തിന്റെ ആവേശത്തിനിടയിൽ മകനോടൊപ്പം ക്ഷേത്രനടയിലെത്തിയ ഖദീജുമ്മയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ റീൽസ് ഇതിനോടകം 3 ലക്ഷത്തിലധികം പേരാണ് കണ്ടത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്നും മതസൗഹാർദ്ദത്തിന്റെ നേർചിത്രം എന്നുമാണ് വീഡിയോയ്ക്ക് ലഭിച്ച കമന്റുകൾ. കരിക്കാട് സ്വദേശിയായ ഗഫൂർ അഭിനയ സംവിധാനം ചെയ്ത ടാബ്ലോ ഗുരുവായൂർ ഉത്സവത്തിനോടനുബന്ധിച്ച് അവതരിപ്പിച്ചിരുന്നു. മത്സരത്തിൽ ഗഫൂർ ഒരുക്കിയ ടാബ്ലോയ്ക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത്. മകന്റെ കലാസൃഷ്ടി കാണാനും ഉത്സവത്തിന്റെ ജനത്തിരക്കും ആവേശം നേരിട്ടറിയാനുമാണ് ഖദീജുമ്മ ക്ഷേത്ര പരിസരത്തെത്തിയത്. മക്കയും മദീനയും അടക്കമുള്ള പ്രധാന മുസ്ലിം ആരാധനാലയങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഖദീജുമ്മയ്ക്ക് ഗുരുവായൂരിലെ ഉത്സവങ്ങളും അവിടുത്തെ ജനസമുദ്രവും വലിയ കൗതുകമായിരുന്നു. മകന്റെ വിജയത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷവും ആ മുഖത്തുണ്ടായിരുന്നു. അഭിനയഗുരുവും മേക്കപ്പ് കലാകാരനുമായ ഗഫൂർ മോണോ ആക്ട്, സ്കിറ്റ്, ടാബ്ലോ തുടങ്ങിയവ ഒരുക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. തൃശൂരിലെ പുലിക്കളിക്ക് സ്ഥിരമായി ഇദ്ദേഹം ടാബ്ലോ ഒരുക്കാറുണ്ട്. പലപ്പോഴും 1ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ഉമ്മയ്ക്ക് എവിടെ പോകണമോ അതെല്ലാം സാധിപ്പിക്കുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യം എന്ന് ഗഫൂർ പറയുന്നു. അപ്പൊ ഞാൻ ഉമ്മാനായിട്ടേ ഗുരുവായൂർ അമ്പലം ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഓരോ അമ്മമാർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണണം. അപ്പൊ ഞങ്ങള് ഗുരുവായൂർ അമ്പലം ഒന്ന് കണ്ടിട്ട് വരാം. മതാതീതമായ സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും സന്ദേശമാണ് ഖദീജുമ്മയുടെയും ഗഫൂറിന്റെയും ഈ യാത്രയ്ക്ക് പകരുന്നത്. വിദ്വേഷ വിചാരണകൾക്കിടയിൽ മനുഷ്യത്വത്തിന്റെ വലിയൊരു മാതൃകയായാണ് ഈ ദൃശ്യങ്ങളെ സൈബർ ലോകം ഏറ്റെടുത്തിരിക്കുന്നത്. 2020 ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയനായകനായ സഞ്ജു സാംസണിന് അഭിവാദ്യം അർപ്പിച്ച് കെ കരുണാകരൻ ഫൗണ്ടേഷൻ പ്രവർത്തകർ പ്രകടനം നടത്തി. മന്നലാംകുന്ന് സെന്ററിൽ നിന്ന് ആരംഭിച്ച് ബീച്ചിൽ സമാപിച്ചു. ചെയർമാൻ ഷാഹുൽ പള്ളത്തിന്റെ അധ്യക്ഷതയിൽ രക്ഷാധികാരി ബിനേഷ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. താച്ചു കരിയാടൻ, യൂസുഫ് തണ്ണിത്തുറയ്ക്കൽ, കെ എ നവാസ്, അർഷക് പൂവത്തിങ്കൽ, ഷിഹാബ് പുളിക്കൽ, പി ജി അതുൽ, ഷെരീഫ് എന്നിവർ സംസാരിച്ചു. പി എ അഹദ്, കെ കെ കബീർ, നിസാർ കിഴക്കൂട്ട്, റംഷാദ് പള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. മാർച്ച് 19 വ്യാഴാഴ്ചയാണ് തിരുനാൾ ആഘോഷം. കൊടികയറ്റ് കർമ്മം രാമനാഥപുരം രൂപത മൈനർ സെമിനാരി ഫാദർ ജസ്റ്റിൻ തടത്തിൽ നിർവഹിച്ചു. വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി സഹകാർമ്മികനായി. തുടർന്നുള്ള നവനാൾ ദിനങ്ങളിൽ വൈകിട്ട് കുർബാന, ലതീഞ്ഞ്, നൊവേന, കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കാഴ്ച സമർപ്പണം എന്നിവയുണ്ടാകും. തിരുനാൾ ദിവസമായ വ്യാഴാഴ്ച രാവിലെ 6-ന് കുർബാന, ഊട്ടാശീർവാദം, തുടർന്ന് 10-ന് നടക്കുന്ന ആഘോഷമായ റാസ കുർബാനയ്ക്ക് ഫാദർ ബിജു പാടേങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഫിജോ ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ സഹകാർമ്മികനാകും. തുടർന്ന് നേർച്ച സദ്യയും ഉണ്ടാകും. ആഘോഷ പരിപാടികൾക്ക് കൈക്കാരന്മാരായ ആളൂർ വർഗീസ് ബാബു, മുരിങ്ങത്തേരി ലാസർ സണ്ണി, മുരിങ്ങത്തേരി ലാസർ ലിയോൺ, ജനറൽ കൺവീനർ അന്തിക്കാട് ഫ്രാൻസിസ്
ഫ്രാൻസിസ് വിൽസൺ, ജോയിന്റ് കൺവീനർമാരായ ആളൂർ ഔസേപ്പ് ലേവി, ചിറയത്ത് ആൻസൺ സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകും. വടക്കേക്കാട് ഞമ്മനേങ്ങാട് സ്വദേശിയെ ബാംഗ്ലൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തണ്ടങ്കാട്ടിൽ ദിലീപ് മകൻ 27 വയസ്സുള്ള ദിൽജിത്തിനെയാണ് ബാംഗ്ലൂർ എയർപോർട്ട് റോഡിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 7:30 മുറിയിൽ നിന്ന് വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടുകാർക്ക് വിവരം ലഭിക്കുന്നത്. നാട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരം കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടത്തി. സിന്ധു മാതാവും നവനീത് സഹോദരനുമാണ്. പെരുമ്പിലാവ് പ്രിയ റോഡിൽ പെരിങ്ങാവിൽ അബ്ദുള്ള സുലൈഖ ദമ്പതികൾ തയ്യാറാക്കുന്ന പച്ചക്കറിയും ഇറച്ചിയും ആരോഗ്യദായകമായ കൂട്ടും ചേർത്തൊരുക്കുന്ന യമൻ ടച്ച് ബിരിയാണി കഞ്ഞി വൈറലാകുന്നു. അറേബ്യൻ മോഡലിൽ ഒരുക്കിയ ഈ വിഭവം വിശുദ്ധ റമദാനിലെ എല്ലാ ദിവസവും പെരുമ്പിലാവിലെ മസ്ജിദ് റഹ്മ, അൽനൂർ മസ്ജിദ് എന്നിവിടങ്ങളിൽ 200ഓളം പേർക്കായി വിളമ്പുന്നുണ്ട്. യമൻ ടച്ച് ബിരിയാണി കഞ്ഞി കുടിക്കുവാൻ സമീപ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. 6 വർഷം മുൻപ് പ്രദേശത്തെ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന പരേതനായ മേലേടത്ത് നൂറാനിക്കയാണ് യമൻ ടച്ച് കഞ്ഞിയുടെ രുചിക്കൂട്ട് രഹസ്യം അബ്ദുള്ള സുലൈഖ ദമ്പതികൾക്ക് കൈമാറിയത്. ഇതോടെ പിന്നീടുള്ള വർഷങ്ങൾ കഞ്ഞി ഇവരുടെ വീട്ടടുക്കളയിൽ പാചകം ചെയ്ത് ഇവർ തന്നെ പള്ളികളിൽ എത്തിച്ചു നൽകുകയാണ്. ദിനംപ്രതി 200ഓളം പേർ നോമ്പുതുറയോടനുബന്ധിച്ച് സൗജന്യമായി വിതരണം ചെയ്യുന്ന കഞ്ഞി കുടിക്കുവാനും പാഴ്സൽ കൊണ്ടുപോകാനും ഇവിടെ എത്താറുണ്ട്. 2 തലമുറകൾക്ക് മുൻപ് പൊന്നാനിയിൽ എത്തിയ യമനികളിൽ നിന്നാണ് കഞ്ഞിക്കൂട്ട് രഹസ്യം നൂറാനിക്ക മനസ്സിലാക്കിയത്. യമനിലെ പ്രധാന വിഭവങ്ങളിൽ ഒന്നായ ഈ കഞ്ഞി പാചകം ചെയ്യുന്ന വിധം പഠിക്കുകയും തലമുറകൾക്ക് കൈമാറുകയുമായിരുന്നു. വഴുതന, ബീൻസ്, ഉരുളക്കിഴങ്ങ്, പച്ചപ്പയർ, അരി എന്നിവ കൂടാതെ ഏതെങ്കിലും മാംസവും ചേർക്കും. തുടർന്ന് നന്നായി വേവിച്ച ശേഷം ചെറുള്ളിയും മസാലയുമായുള്ള പ്രത്യേക കൂട്ടും ചേർത്ത് ഇളക്കി നെയ്യ് ചേർത്താൽ ബിരിയാണി കഞ്ഞി റെഡിയാകും. ദിനംപ്രതി 3000ഓളം രൂപ ചെലവ് വരുന്ന കഞ്ഞി നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കായി പള്ളികളിൽ വിതരണം ചെയ്യുന്നത് മസ്ജിദ് റഹ്മ മഹല്ല് സെക്രട്ടറി PA ഷഹീദ്, കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് കുട്ടി പാതാക്കര, KM അബ്ദുറഹ്മാൻ, മസ്ജിദ് നൂർ പ്രസിഡന്റ് MA കമറുദ്ദീൻ, ട്രഷറർ MN സലാഹുദ്ദീൻ, ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിലാണ്. കടൽ കടന്ന് കേരളത്തിന്റെ ശാസ്ത്ര പ്രതിഭകൾ. മുണ്ടൂർ നിർമ്മൽ ജ്യോതി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുബായ് AI സയൻസ് ഫിനാലയിലേക്ക്. അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ അഭിമാനമാകാൻ ഒരുങ്ങുകയാണ് മുണ്ടൂർ നിർമ്മൽ ജ്യോതി സ്കൂളിലെ കൊച്ചു ശാസ്ത്രജ്ഞർ. ദുബായിൽ നടക്കാനിരുന്ന AI സയൻസ് എക്സിബിഷൻ മെഗാ ഫിനാലയിൽ പങ്കെടുക്കാൻ ഈ വിദ്യാലയത്തിലെ 3 വിദ്യാർത്ഥികൾക്ക് അർഹത ലഭിച്ചു. ജോസ്, പ്രിൻസി ദമ്പതികളുടെ മകൻ 6ാം ക്ലാസ് വിദ്യാർത്ഥി അഭിജോ ജോസ്, ജോം, ടീജ ദമ്പതികളുടെ മകൻ റയാൻ ജോം, ചാലക്കൽ ഷാജു, ജൂലി ദമ്പതികളുടെ മകൻ ഡെയിൻ ഷാജു എന്നിവരാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 40ഓളം വിദ്യാലയങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ കാറ്റഗറി 1 വർക്കിംഗ് മോഡൽ വിഭാഗത്തിലാണ് ഇവർ വിജയികളായത്. പ്രകൃതിദത്തമായ ഊർജ്ജ സ്രോതസ്സുകളെ ഫലപ്രദമായി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് കുട്ടികൾ പ്രോജക്ട് അവതരിപ്പിച്ചത്. അന്തരീക്ഷ മലിനീകരണം പൂർണ്ണമായും ഇല്ലാതാക്കി ഭാവി തലമുറയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഊർജ്ജം വിനിയോഗിക്കുന്ന ഈ ശാസ്ത്ര മാതൃക ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഏപ്രിൽ അവസാന വാരത്തിൽ ദുബായിൽ വെച്ചാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുക. പ്രിൻസിപ്പൽ സിസ്റ്റർ മെഴ്സി ജോസഫ് SH, അധ്യാപകർ, സഹപ്രവർത്തകർ എന്നിവർ നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് തങ്ങളുടെ വിജയത്തിന് പിന്നിലെന്ന് കൊച്ചുമിടുക്കന്മാർ പറഞ്ഞു. IDA കുന്നംകുളം ബ്രാഞ്ച് വുമൺ ഡെന്റൽ കൌൺസിൽ സഹകരണത്തോടെ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആൻഡ് സ്ക്രീനിംഗും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ഡെന്റിസ്റ്റ് ഡേയും ഇതോടൊപ്പം നടത്തി. അക്കാദമിക് സെഷനുകളുടെ ഭാഗമായി ഡോക്ടർ അനു സിജി ചിറമൽ, ഡോക്ടർ സിജി, നഴ്സ് റമീല എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ നയിച്ചു. IDA സ്ത്രീശക്തി അവാർഡ് ഡോക്ടർ സാന്ദ്രയ്ക്കും, ഡെന്റിസ്റ്റ് ഡേ അവാർഡ് ഡോക്ടർ സഞ്ജുവിനും, യങ് ഡെന്റിസ്റ്റ് അവാർഡ് ഡോക്ടർ സാന്ദ്രയ്ക്കും നൽകി ആദരിച്ചു. WDC റെപ്രസെന്റേറ്റീവ് ഡോക്ടർ ശ്രുതി, ഡോക്ടർ അനുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോകമെമ്പാടും സുറിയാനി സഭകൾ പാതി നോമ്പ് ആചരിച്ചു. വലിയ നോമ്പ് ആരംഭിച്ച് പകുതി ദിവസമാകുമ്പോഴാണ് പാതി നോമ്പ് ആചരിക്കുന്നത്. തുടർന്ന് ആത്മതപനത്തിന്റെയും കഠിനവ്രതത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങളാണ്. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ രാവിലെ 7-ന് വികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് കുർബാന അർപ്പിച്ചു. പള്ളിയുടെ മധ്യത്തിൽ പകുതി നോമ്പിലെയും നോർത്തയിൽ സ്ലീബ സ്ഥാപന ശുശ്രൂഷയും ഉണ്ടായിരുന്നു. പാതി നോമ്പിനോടനുബന്ധിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇണ്ടേറിയപ്പം എന്ന പലഹാരം ഉണ്ടാക്കുന്ന പതിവ് കുന്നംകുളം, പഴഞ്ഞി മേഖലകളിൽ ഉണ്ട്. ചരമം. കുന്നംകുളം ചിറളയത്ത് മുട്ടത്ത് തോമസ് മകൻ സുരേഷ് നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ നടത്തും. മോളി ഭാര്യയും രാഹുൽ, മരിയ എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.